ബസ്സിൽ വെച്ച് അപമാനിച്ചെന്ന ആരോപണമുയർത്തി സോഷ്യൽ മീഡിയയിലൂടെ ദൃശ്യം പ്രചരിപ്പിച്ചതിന് പിന്നാലെ യുവാവ് ആത്മഹത്യ ചെയ്തു. 41-കാരനായ കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപക്കാണ് മരിച്ചത്. സംഭവത്തിൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. സോഷ്യൽ മീഡിയയിലൂടെ വീഡിയോ ചിത്രീകരിച്ച് അത് തനിക്ക് അപമാനത്തിന് കാരണമായി എന്നുള്ള മനോവിഷമത്തിൽ ആത്മഹത്യ ചെയ്ത ദീപകിൻ്റെ വീട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. നമ്മുടെ കൂടെ വാർഡ് കൗൺസിലറാണുള്ളത്. എന്താണ് സുസ്മിത മാഡം സംഭവിച്ചത്? കേസായിട്ട് മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിൽ തന്നെ? അതെ കേസായിട്ട് മുന്നോട്ട്. ഇങ്ങനെ ഒരു കുട്ടി ചെയ്യാൻ പാടില്ലല്ലോ. പോലീസ് എന്തെങ്കിലും കാര്യമായി പറയുന്നുണ്ടോ? പോലീസ് പറയുന്നത് എന്താ വെച്ചാൽ, ഇത് സോഷ്യൽ മീഡിയയിൽ ഇത് വന്നതിൻ്റെ പേരിൽ ഒരുപക്ഷെ കേസ് എടുക്കേണ്ടതായിട്ടുള്ള അത് അന്വേഷിച്ചിട്ടേ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അന്വേഷിച്ചിട്ടേ ഈ കാര്യത്തിൽ തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ആ പറഞ്ഞതിൻ്റെ പേരിൽ യുവമോർച്ചൻ്റെ പ്രവർത്തകർ തൽക്കാലം കുടുംബമായി സംസാരിച്ചതിൻ്റെ പേരിൽ കുടുംബത്തിലെല്ലാവർക്കും ബോഡി ഇങ്ങോട്ട് കൊണ്ടുവരുന്നുള്ളതിൻ്റെ പേരിൽ ബോഡി തൽക്കാലം ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. ഞങ്ങൾ എന്തായാലും ഈ ഇതായിട്ട് കേസ് എടുക്കേണ്ട വിഷയമാണെങ്കിൽ കേസായിട്ട് തന്നെ മുന്നോട്ട് പോകും. ശക്തമായിട്ട് യുവമോർച്ച ഈ കാര്യത്തിൽ ഇടപെടും. ഇതിനൊരു തീരുമാനമായിട്ടുള്ളൂ. ഈ ഇതിൽ ഈ സോഷ്യൽ മീഡിയയിൽ ഇതൊക്കെ അയച്ച ആ കുട്ടിൻ്റെ ഒരു കുട്ടി ഏതാണെന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ട് ആ കുട്ടീൻ്റെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്നിട്ട് വേണ്ട ശിക്ഷ വാങ്ങിക്കൊടുക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കാരണം വെച്ചാൽ നമ്മളെ പുരുഷന്മാർ, പ്രത്യേകിച്ച് പുരുഷന്മാർ എപ്പോഴും ഈ സ്ത്രീകളെ ചെറിയ വിഷയങ്ങളിൽ പോലും ഈ ആത്മഹത്യ ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടുകയാണ്. കാരണം വെച്ചാൽ പല വിഷയങ്ങളും ഇപ്പോൾ നമുക്കറിയാം, സ്റ്റേഷനിൽ പോയിട്ട് ശിക്ഷിച്ചിട്ട് ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ട് പോലും കേസില്ലാന്ന രീതിയിൽ തിരിച്ചു പോരുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇത് യുവാക്കളെ നേരെ പ്രത്യേകിച്ചിട്ട് ഇങ്ങനെയുള്ള ആളുകൾ ചെയ്യുന്ന ഏറ്റവും നീചമായ പ്രവൃത്തിയാണ്. ജീവൻ പോലും നഷ്ടപ്പെടാൻ ഈ കുടുംബത്തിൻ്റെ അത്താണിയാണ്. കാരണം അമ്മ അച്ഛൻ ഒരു മകനാണുള്ളത്. ഈ മകൻ രാവിലെ തൂങ്ങിക്കിടക്കുന്ന വിഷയം കാണും. 41 വയസ്സായ ഒരു കുട്ടിയാണ്, പയ്യനാണ്. അപ്പോൾ ഇത് പൊതുസമൂഹത്തെ ഏറ്റെടുക്കേണ്ട വിഷയമാണ്. സ്ത്രീകൾ എന്ത് കൊടുത്താലും അത് ഒരു വലിയൊരു പോപ്സോ കേസിലും മറ്റുള്ള രീതിയിലും കേസെടുക്കുകയും യുവാക്കളെ ഈ രീതിയിൽ മരണത്തിലേക്ക് തള്ളിവിടുന്ന വിഷയത്തിൽ നിന്ന് എന്തായാലും ജനശ്രദ്ധ ഇതിലേക്ക് വേണമെന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. പെണ്ണിനെ ബസ്സിൽ നിന്ന് ഇങ്ങനെ ശരീരത്തിൽ തട്ടിയെന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിത് മെഞ്ഞാന്ന് രാത്രിയാണ് ഞാൻ അറിയണത്. എൻ്റെ വൈഫ് ഇൻസ്റ്റാഗ്രാമിൽ കണ്ടതാണ്. അവരിങ്ങനെ പറഞ്ഞിങ്ങനെ ദീപകടൻ്റെ മാതിരി ഉണ്ട് കാണാൻ, ആളാണോന്ന് ചോദിച്ചാൽ ഞാൻ അവരെ നിരുത്സാഹപ്പെടുത്തി. അല്ല, അവനങ്ങനെ ചെയ്യാത്ത ആളാണ്. പൊതുവേ അങ്ങനെ ഒരു ഇതില്ലാതാണ്. പിന്നെ അങ്ങനെ അല്ലാന്ന് പറഞ്ഞ് ഞാനത് വീഡിയോ ഒന്ന് കാണാൻ ഞാൻ നിന്നില്ല. അവരെനിക്ക് ഷെയർ ചെയ്ത് ഞാൻ കാണാൻ നിന്നില്ല. അങ്ങനെ ഓക്കെ എന്ന് പറഞ്ഞ് ഞാനത് ഇതാക്കി. പിറ്റേന്ന് അങ്ങനെ എനിക്കതൊരു മനസ്സിലിങ്ങനെ കിടന്നിങ്ങനെ ഇതാവും. അങ്ങനെ അവനെ പറ്റിയിട്ട് ഒരു ഇത് കേൾക്കുമ്പോൾ നമുക്ക് തൃപ്തിയില്ല. ഞാനെന്ന് പറഞ്ഞാൽ അവനായിട്ട് ചെറുപ്പം മുതലേ നടക്കണതാണ്. വർഷങ്ങളായിട്ടുള്ള പരിചയം. ഞങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്ത അന്ന് മുതലേ ആത്മസുഹൃത്തുക്കളായിട്ട് വർക്ക് ചെയ്യാണ്. നിൽക്കണ ആൾക്കാരാണ്. വർക്ക് ചെയ്യണ കാലം മുതലേ ഉണ്ട്. അപ്പം അന്ന് മുതലേ അവൻ്റെ ഒരു രഹസ്യം ഞാൻ അറിയാത്തില്ല, എൻ്റെ ഒരു രഹസ്യം അവനറിയാത്തതായിട്ടില്ല. ഞങ്ങളെല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യണതാണ്. അവന് മനസ്സിലൊരു വിഷമം തട്ടിയാൽ ഞാനൊക്കെ ഏത് കാട്ടിലായാലും ഞാൻ പറന്നെത്തും അവിടെ. അതേമാതിരി തന്നെ ഞങ്ങൾക്ക് എന്താ പറഞ്ഞാൽ ദിവസം സംസാരിക്കാനാണ് വിഷയങ്ങൾ. എന്ത് വിഷയം ഉണ്ടെങ്കിലും നമ്മളതിനെ പറ്റിയിട്ട് ചർച്ച ചെയ്യണമാണ്. ഏത് തരത്തിലുള്ളതായാലും അങ്ങനത്തെ ഒരു ഇതില്ല. അവൻ അങ്ങനത്തെ ഒരു ക്യാരക്ടറല്ല. അവൻ്റെ ക്യാരക്ടർ ഞങ്ങൾ ചെറുപ്പം മുതലേ അറിയണം. ഞങ്ങൾ 4 സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ അറ്റാച്ച് ചെയ്ത് നിൽക്കണതാണ് അവനായിട്ട്. അങ്ങനത്തെ ഒരു ഇഷ്യൂ ഇതുവരെ ഉണ്ടായിട്ടില്ല. ദീപക്കിന് ഒരു പ്രായമുള്ള ഒരു അച്ഛനും അമ്മയാണ് ഉള്ളത്. പിന്നെ അവൻ്റെ ഫാമിലി ആയിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള എല്ലാവരായിട്ടുള്ള അച്ഛനുണ്ട്. അവൻ്റെ ഒരു ഏട്ടനുണ്ട്. ഏട്ടനോട് ഞാൻ സംസാരിച്ചാണ്, സനിച്ചേട്ടനോട് സംസാരിച്ചു. അപ്പോൾ സനിച്ചേട്ടൻ പറഞ്ഞ് പേടിക്കൊന്നും വേണ്ട, നമുക്ക് നോക്കിയിട്ട് ചെയ്യാം, അത് ചെറിയ കേസല്ല, ഇത് അങ്ങനെ അത്ര വലിയ വഷളായിട്ടില്ല. കാരണം ഒരു ദിവസം ഇതായിരുന്നിട്ടുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു ഇഷ്യൂ ആണ്. നീ അത് ബേജാറാണ്, നീ ടെൻഷൻ ആവണ്ട, നീ അവനോട് പറയും. അപ്പം ഞാൻ പറഞ്ഞു ഞായറാഴ്ച സനിച്ചേട്ടൻ ഞായറാഴ്ച അങ്ങനെ അവനെ കണ്ടിട്ട് നമുക്ക് ഇതാക്കാം, വക്കീലിൻ്റെ കാര്യമൊക്കെ സംസാരിക്കാമെന്നൊക്കെ പറഞ്ഞ് നിന്നാണ്. പിന്നെ ഞാനെന്ന് വെച്ചാൽ ഇന്നലെ ടയേർഡായതിന് വർക്ക് കഴിഞ്ഞ് ടയേർഡായിട്ട് വീട്ടിൽ പോയി നേരെ റെസ്റ്റ് എടുത്താൽ ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് കിടന്നതാണ്. ഇന്ന് രാവിലെ എൻ്റെ അലാറം അടിഞ്ഞ് ഫോൺ ഓണായി. അങ്ങനെയാണ് ഞാൻ അറിയണം ഇങ്ങനെ ഒരു കോൾ വരുന്നതെന്നുള്ളത്.